ഓക്കെ, നമസ്കാരം കുട്ടികളെ. നമ്മൾ ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കുന്നത് ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ലൈംഗിക അവയവങ്ങളും ഹൈപ്പോതലാമസും, എങ്ങനെയാണ് ഹൈപ്പോതലാമസ് ഒരു അന്തസ്രാവി ഗ്രന്ഥിയായിട്ട് പ്രവർത്തിക്കുന്നതെന്നുമാണ്. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് the gonads that produce, secrete the sex hormones, and how does hypothalamus act as an endocrine gland. Okay, you should know what are gonads. Testes and ovaries produce sex hormones, okay, and these testes and gonads, testes and ovaries are the gonads. Okay, ലൈംഗിക അവയവങ്ങൾ എന്ന് പറയുന്നത് ടെസ്റ്റിസും ഓവറീസുമാണ്. Testes and ovaries produce sex hormones. The testes produce hormone testosterone in males, and ovaries produce the hormone estrogen and progesterone. Okay, testis is the male sex organ or male reproductive organs, and ovaries are the female reproductive organs. Testes produce a hormone called testosterone, and ovaries produce the hormone estrogen and progesterone. Let's see what are the functions of this testosterone, estrogen and progesterone. See, testosterone, it controls the secondary sexual characters and sperm production in males. Okay, testosterone is the male sex hormone. It is produced from the testis, and it controls the secondary sexual characters in males, that is change in voice, growth of hair, development of reproductive organs, and sperm production. Okay, estrogen in female, it is secreted by the ovaries, okay, that controls secondary sexual characters in female, ovulation and menstrual cycle. Okay, estrogen controls the secondary sexual characters in females, ovulation and menstrual cycle or menses. Progesterone, it controls ovulation, menstrual cycle, and also the implantation of embryo in the uterus. That is, let's see, അണ്ഡാശയവും വൃഷണവും, അതാണല്ലോ ലൈംഗിക അവയവങ്ങൾ. അണ്ഡാശയവും വൃഷണവും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ലൈംഗിക ഹോർമോണുകൾ. വൃഷണം ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണും, അത് പുരുഷന്മാരിലും. അണ്ഡാശയം ഈസ്ട്രജൻ എന്നും പ്രൊജസ്ട്രോൺ എന്നും പറയുന്ന രണ്ട് ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം വൃഷണം ഉൽപ്പാദിപ്പിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ ആണ്, അത് പുരുഷന്മാരിലാണ്. അണ്ഡാശയം സ്ത്രീകളിൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഉൽപ്പാദിപ്പിക്കുന്നു. അവയുടെ ധർമ്മം എന്താണ് നമുക്ക് നോക്കാം. ഇതാണ് വൃഷണം. വൃഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ പുരുഷന്മാരിലാണ്. ശബ്ദത്തിൽ വരുന്ന മാറ്റം, രോമ വളർച്ച, ലൈംഗിക അവയവങ്ങളുടെ വളർച്ച, ഓക്കെ, കൂടാതെ ബീജോൽപാദനം എന്നിവയുടെ നിയന്ത്രണമാണ് പുരുഷന്മാരിൽ വൃഷണം ഉൽപ്പാദിപ്പിക്കുന്ന ടെസ്റ്റോസ്റ്ററോൺ ചെയ്യുന്നത്. എന്നാൽ സ്ത്രീകളിൽ ഇത് അണ്ഡാശയമാണ്, ഇത് ഗർഭാശയം. അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, അതെന്താണ്? ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ സ്ത്രീകളിലുള്ള ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ അവയ്ക്ക് കാരണമാകുന്ന ഈസ്ട്രജനാണ്. അണ്ഡോൽപാദനം, ആർത്തവചക്രം എന്നിവയുടെ നിയന്ത്രണവും ഈസ്ട്രജൻ ചെയ്യുന്നു. ഓക്കെ, ഇനി പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ അണ്ഡോൽപാദനം, ആർത്തവചക്രം, പിന്നെ ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുക എന്നിവയാണ് പ്രൊജസ്ട്രോണിന്റെ ധർമ്മം. അപ്പോൾ എന്തൊക്കെയാണ് പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ ധർമ്മവും സ്ത്രീകളിൽ ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ധർമ്മം എന്താണ് നിങ്ങൾ പഠിച്ചു. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ഹൈപ്പോതലാമസ്. നമുക്ക് ഹൈപ്പോതലാമസിലേക്ക് കടക്കാം. നമ്മൾ ആൾറെഡി ഹൈപ്പോതലാമസിനെ കുറിച്ച് യു ഹാവ് ആൾറെഡി ലേൺഡ് അബൌട്ട് ഹൈപ്പോതലാമസ് ആസ് എ പാർട്ട് ഓഫ് ബ്രെയിൻ. ഓക്കെ, നൗ യു സ്റ്റഡി ഹൈപ്പോതലാമസ് ആക്ട്സ് ആസ് ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് ടു. ഓക്കെ, നമ്മൾ നേരത്തെ നിങ്ങൾ പഠിച്ചു മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോഴോ ഹൈപ്പോതലാമസ് ഒരു അന്തസ്രാവി ഗ്രന്ഥി കൂടിയാണ് എന്നുകൂടി പഠിക്കുകയാണ്. ഹൈപ്പോതലാമസ് ഒരു അന്തസ്രാവി ഗ്രന്ഥി കൂടിയാണ്. ഓക്കെ, ആൻഡ് because it produces certain hormones. The flowchart here, it shows the action of hypothalamus on pituitary. Okay, this is a flowchart.
it is very important. Questions can be asked from this flowchart too in the SSLC exam. Okay, so questions can be asked. It's very important. So you have to be very familiar with this picture, this flowchart. Some of these writings will be missing, and this flowchart can be given in your exam, and you may be asked to fill in. Okay, ഇവിടെ കാണിച്ചിരിക്കുന്ന ഫ്ലോചാർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനകത്ത് ചില ഭാഗങ്ങൾ വിട്ടിട്ട് നിങ്ങളത് പൂരിപ്പിക്കാനായിട്ട് ചോദിക്കാം ഈ ഫ്ലോചാർട്ട് വന്നിട്ട്. അതുകൊണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്ലോചാർട്ടാണത്. അപ്പം നിങ്ങൾ പഠിച്ചു, മസ്തിഷ്കത്തിൻ്റെ ഭാഗമായ ഹൈപ്പോതലാമസ് ഒരു അന്തസ്രാവി ഗ്രന്ഥി കൂടിയാണ്. ഇത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി മറ്റ് ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നു. It controls, okay, this hypothalamus controls the pituitary gland, and thereby it controls all other glands. Okay, so hypothalamus is very important. അപ്പം ഇതെങ്ങനെയാണ് ഹൈപ്പോതലാമസ് അതിൻ്റെ ധർമ്മം ചെയ്യുന്നതെന്ന് നോക്കാം. Okay, the hypothalamus secretes certain hormones called releasing hormones. Okay, and these releasing hormones stimulates the anterior lobe of pituitary gland. Hypothalamus secretes releasing hormones. These releasing hormones stimulate the anterior lobe of pituitary, so that the anterior lobe of pituitary secretes certain tropic hormones. You know what are tropic hormones? In the last video we have learned about that. Tropic hormones are the hormones that influence the activity of other endocrine glands. So pituitary secretes the tropic hormones, and these tropic hormones act on other glands. For example, TSH, thyroid stimulating hormone, it acts on thyroid, it stimulates thyroid gland. ACTH, adrenocorticotropic hormone, it stimulates the activity of adrenal cortex. It's a gland, okay, adrenal gland, part of the adrenal gland. GTH, gonadotropic hormone. Okay, that means this GTH stimulates the activity of the gonads. We have learned about the gonads here, and these are stimulated by GTH. So hypothalamus secretes releasing hormones. This releasing hormone stimulates pituitary. So what happens? Pituitary secretes these tropic hormones, and these tropic hormones stimulates the respective glands. That's how hypothalamus controls the activity of other glands. Okay, so for example, let's see. Now, the thyroid gland secretes a hormone called thyroxine. Okay, now if the level of thyroxine in the blood is less, what happens? The less amount of thyroxine stimulates hypothalamus. Okay, the less amount of thyroxine in the blood stimulates hypothalamus. So what happens? Hypothalamus secretes releasing hormone which act on pituitary. So what happens? Pituitary releases thyroid stimulating hormone, and this thyroid stimulating hormone will act upon thyroid gland, and what happens? The thyroid gland will secrete thyroxine. Thyroid stimulating hormone will stimulate thyroid gland to secrete thyroxine. Now there is another action also. Hypothalamus produce another hormone called inhibitory hormone, just opposite of what is done by this releasing hormone. Inhibitory hormone inhibits the action of the glands. Releasing hormone, it stimulates. You got it? So what happens? The inhibitory hormones inhibits the production of tropic hormones in the anterior lobe. So what happens? These tropic hormones are not produced, and these glands are not stimulated. I will explain that with another example. Same thyroxine. When thyroxine level in the blood is less, that less amount stimulates hypothalamus to produce releasing hormones, and releasing hormones stimulate pituitary gland, anterior lobe of pituitary gland, and anterior lobe of pituitary secretes TSH, which in turn stimulates thyroid gland to produce thyroxine. Now, see, if the level of thyroxine in the blood is more, what happens? The more level of thyroxine, okay, it will be sensed by the hypothalamus. So what happens?
the hypothalamus secretes inhibitory hormone. Less amount of thyroxine stimulates the hypothalamus to produce releasing hormones, and more amount of thyroxine stimulates hypothalamus to produce inhibitory hormones. So what happens? The hypothalamus, when it produces inhibitory hormones, the inhibitory hormones inhibits the activity of the anterior lobe of pituitary, and as a result what happens? Pituitary gland will not produce thyroid stimulating hormone. Okay, so the activity of thyroid gland will be stopped and thyroxine will not be produced. So this is a feedback mechanism, positive and negative feedback, okay, that you will study in higher classes. So this is how hypothalamus works on or influence the activity of other endocrine glands. It can stimulate and also it can inhibit. Okay, listen up here. മസ്തിഷ്കത്തിൻ്റെ ഭാഗമായ ഹൈപ്പോതലാമസ് ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണെന്ന് പഠിച്ചു. ഇത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി മറ്റ് ഗ്രന്ഥികളെയും നിയന്ത്രിക്കുമെന്ന് പഠിച്ചു. അതെങ്ങനെയാണ്? ഹൈപ്പോതലാമസ് ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. അതിൻ്റെ പേര് റിലീസിംഗ് ഹോർമോണുകൾ എന്നാണ്. ഈ റിലീസിംഗ് ഹോർമോണുകൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തെ ഉത്തേജിപ്പിച്ച് ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും റിലീസിംഗ് ഹോർമോണുകൾ കൊണ്ട് വരുമ്പോൾ. അപ്പോൾ ഏതൊക്കെയാണ് ഈ ട്രോപ്പിക് ഹോർമോൺ എന്നറിയാം? TSH തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ACTH അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ, GTH ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ. TSH എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കും. ACTH അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടക്സിനെ ഉത്തേജിപ്പിക്കും. ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ ഗൊണാഡ്സ് എന്ന് വെച്ചാൽ ലൈംഗിക അവയവങ്ങളെ, ഓക്കെ, വൃഷണങ്ങളെയും ഓവറിയെയും ഒക്കെ അണ്ടാശയത്തിനെയുമാണ് ഈ ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ ഉത്തേജിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ തൈറോക്സിൻ്റെ അളവ് കുറവാണെന്ന് വിചാരിക്കുക. തൈറോക്സിൻ്റെ അളവ് കുറയുമ്പോൾ അത് ഹൈപ്പോതലാമസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, ആ കുറവ് എന്നുള്ളത്. അപ്പോൾ എന്താണെന്നറിയോ? റിലീസിംഗ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ആ റിലീസിംഗ് ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തെ ഉത്തേജിപ്പിക്കും. അപ്പോൾ എന്ത് ചെയ്യും? പിറ്റ്യൂട്ടറി ഗ്രന്ഥി TSH തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ഈ TSH എന്ത് ചെയ്യും? TSH തൈറോയ്ഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിച്ച് തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കും. ഓക്കെ, ഇനി ഹൈപ്പോതലാമസ് റിലീസിംഗ് ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തെ ഉത്തേജിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അത് ഇൻഹിബിറ്ററി ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിലെ ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടയുകയും ചെയ്യും. അപ്പം രണ്ട് ധർമ്മവും ചെയ്യും. റിലീസിംഗ് ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കും, മനസ്സിലായില്ലോ? ഇൻഹിബിറ്ററി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിച്ച് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ തടയുകയും ചെയ്യും. അതെപ്പോഴാണ് ഇൻഹിബിറ്ററി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് നോക്കിയാലോ? അതിൻ്റെ ആവശ്യം വരുന്നത്, ഉദാഹരണത്തിന് നമ്മുടെ രക്തത്തിൽ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ്റെ അളവ് കൂടിയെന്ന് നോക്കുക. അപ്പം തൈറോക്സിൻ്റെ കൂടുതലുള്ള അളവ് ഹൈപ്പോതലാമസിനെ ഉത്തേജിപ്പിക്കുമ്പോൾ ഹൈപ്പോതലാമസ് ഇൻഹിബിറ്ററി ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോഴെന്ത് ചെയ്യും? ഇൻഹിബിറ്ററി ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിലെ ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടയുന്നു, ഇതിനെ തടയുന്നു. ട്രോപ്പിക് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഉദാഹരണത്തിന് തൈറോക്സിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോഴെന്താണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിൻ്റെ ട്രോപ്പിക് ഹോർമോൺ ഉൽപ്പാദനം TSHൻ്റെ ഉൽപ്പാദനം തടയും. TSH ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിലോ തൈറോയ്ഡ് ഗ്രന്ഥി ഉത്തേജിപ്പിക്കപ്പെടത്തില്ല, തൈറോയ്ഡ് ഗ്രന്ഥി തൈറോക്സിനെ ഉൽപ്പാദിപ്പിക്കുകയുമില്ല. മനസ്സിലായല്ലോ? ദിസ് ഈസ് ഹൗ ഹൈപ്പോതലാമസ് stimulates the glands, endocrine glands, and also it inhibits the endocrine glands. ഹൈപ്പോതലാമസ് അന്തസ്രാവി ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കുകയും ഓക്കെ ഹൈപ്പോതലാമസ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ തടയുകയും ചെയ്യുന്നത് ഈ രണ്ട് തരത്തിലാണ്. മനസ്സിലായല്ലോ? അപ്പം ദിസ് ഫ്ലോ ചാർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഫ്ലോ ചാർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കിയേ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഈ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഹൈപ്പോതലാമസ് റിലീസിംഗ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ പിറ്റ്യൂട്ടറിയുടെ ആൻറ്റീരിയർ ലോബ് ടേൺ ഓൺ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അത് ഹോർമോൺസ് ഉൽപ്പാദിപ്പിച്ച് ആ ഓർഗനുകളെ ഉത്തേജിപ്പിക്കും. ഇനിയോ
ഹൈപ്പോതലാമസ് ഇൻഹിബിറ്ററി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുമ്പോഴേ എന്ത് ചെയ്യും, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ ടേൺ ഓഫ് ചെയ്യും. അപ്പം പിന്നെ ഇതിവിടെ നിന്നുള്ള ഹോർമോൺ ഉൽപ്പാദനം നടക്കത്തില്ല, ബാക്കി അന്തസ്രാവി ഗ്രന്ഥികളുടെ ഉത്തേജനം നടക്കുകയുമില്ല. ഓക്കെ, ഈ ചിത്രത്തിൽ ഇത് എല്ലാം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു ചിത്രമാണത്. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഓണാക്കുന്നു, ഓഫാക്കുന്നു. റിലീസിങ് ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിൻ്റെ പ്രവർത്തനത്തെ ഓൺ ചെയ്യുന്നു. ഇൻഹിബിറ്ററി ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിൻ്റെ പ്രവർത്തനത്തെ ഓഫ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചത് സെക്സ് ഹോർമോൺസ് അല്ലെങ്കിൽ ലൈംഗിക ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിനായി വൃഷണവും അണ്ഡാശയവും സഹായിക്കുന്നതും പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? ഹൈപ്പോതലാമസിൻ്റെ ധർമ്മവുമാണ്. We have learned that how the hormones secreted by the testes and ovaries help in controlling the secondary sexual characters, okay, and in maintenance and the control of ovulation and menstrual cycle and the implantation of embryo in females. Okay, then we have learned about how the hypothalamus helps in controlling other endocrine glands. Hypothalamus produces releasing hormones to stimulate the endocrine glands, and hypothalamus secretes inhibitory hormones to stop the functioning of the pituitary gland and thereby stop the functioning of other endocrine glands. Okay, hypothalamus releasing hormone ഉൽപ്പാദിപ്പിച്ച് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ ഉത്തേജിപ്പിച്ച് അതുവഴി ട്രോപ്പിക് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെ എങ്ങനെ ഉത്തേജിപ്പിക്കുന്നു എന്നും, ഹൈപ്പോതലാമസ് ഇൻഹിബിറ്ററി ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തെ പ്രവർത്തനത്തെ മന്ദീഭവിക്കുന്നതിലൂടെ എങ്ങനെയാണ് മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ മന്ദീഭവിക്കുന്നതെന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, ഈ ചാർട്ട്, ഈ ഫ്ലോ ചാർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ മനസ്സിൽ നിന്നും മായരുത്. ഓക്കെ, താങ്ക് യു. യു ആൾ ഹാവ് എ ഗ്രേറ്റ് ഡേ.